ചെന്നൈയിൽ ദുബായ് എമിറേറ്റ്സ് വിമാനത്തിൽ പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. അമിതമായി ഇന്ധനം നിറച്ചതിനെ തുടർന്നാണ് വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്ന് പുകയുയർന്നത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവം. വിശദമായ അന്വേഷണം നടത്താൻ ചെന്നൈ വിമാനത്താവള അധികൃതരോട് ഡൽഹിയിലെ DGCA ഉത്തരവിട്ടു. വിശദാംശങ്ങളുമായി AP നദീറ ചേരുന്നുണ്ട്. AP നദീറ, അമിതമായി ഇന്ധനം നിറച്ചതാണ് ഇത്തരത്തിൽ പുക പടരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ പുക ശ്വസിച്ച് യാത്രക്കാർക്ക് ആർക്കെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ടേക്ക് ഓഫിന് തയ്യാറെടുക്കവെയാണ് എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. യാത്രക്കാർ ബോർഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനകത്ത് കയറി ഇരുന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. അവർ പുറത്തുനിന്ന് ഇത് കണ്ട് ബഹളം വെക്കുകയായിരുന്നു. തുടർന്നായിരുന്നു അധികൃതർ എത്തി പരിശോധിച്ചത്. അമിതമായി ഇന്ധനം നിറച്ചതിനെ തുടർന്ന് എഞ്ചിന്റെ ഭാഗത്തു നിന്ന് പുക ഉയർന്നു എന്ന വിവരമാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ പങ്കുവെക്കുകയും വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അപ്പോൾ തന്നെ ഇടപെടലുണ്ടാകും. അഗ്നിശമന സേന രംഗത്തെത്തുകയും വെള്ളം ചീറ്റിച്ചുകൊണ്ട് എഞ്ചിൻ തണുപ്പിക്കുകയും കൂടുതലുണ്ടായിരുന്ന ഈ ഇന്ധനം ഊറ്റിക്കളയുകയും ചെയ്ത് ഈ വിമാനത്തെ രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വലിയ തീപിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് രാത്രി 12 മണിയോടെ ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് എമിറേറ്റ്സ് വിമാനം യാത്ര തിരിക്കുമെന്ന വിവരമാണ് എമിറേറ്റ്സ് കമ്പനി പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ചെന്നൈ വിമാനത്താവള അധികൃതരോട് ഡൽഹി വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. വിമാനത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 മണിയോടുകൂടി വിമാനം യാത്ര തിരിക്കും. യാത്രക്കാരെല്ലാം ഇപ്പോൾ സുരക്ഷിതരാണ്. ശരി, നദീറയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. 12 മണിയോടെ വിമാനം പുറപ്പെടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.